ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഇരിക്കുന്നതാണ് നമ്മുടെ നിസാൻ GT R34. പിന്നെ ഇവിടെ ഇരിക്കുന്നതാണ് നമ്മുടെ BMW M3 E30. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് പുതിയൊരാളൂടെ വന്നിട്ടുണ്ട്. കണ്ടോ, ഇതാണ് നമ്മുടെ ആ ഒരു മുതൽ ഡോഡ്ജിൻ്റെ ചലഞ്ചർ SRT ഡീമൺ എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു സാധനമാണ് ഇതിൻ്റെ അകത്തിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഈ കുട്ടപ്പന്മാരോടെ വന്നിട്ടുള്ള പുതിയ അതിഥി. ഇപ്പോൾ ഞാൻ ഈ സ്കൈലൈൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഒന്ന് കമൻറ്റ് ഇട്ടിരുന്നു, ബ്രോ ചലഞ്ചർ മേടിക്കാൻ പറഞ്ഞ് കമൻറ്റ് ഇട്ടിരുന്നു. ഞാൻ അപ്പം തന്നെ കയറി ഓർഡർ ചെയ്തൊരു മോഡലാണിത്. അബ്ബ ഷോപ്പിലാണ് ഞാനിത് ഓർഡർ ചെയ്തത്. അപ്പോൾ എനിക്ക് 2 ദിവസം എടുത്തുള്ളൂ ഇത് വരാൻ വേണ്ടി. പക്ഷേ ഇതിൻ്റെ വീഡിയോ ആകുമ്പോൾ കുറച്ച് ലേറ്റായി, കാരണം നമ്മൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ജോലിയുടെ ഒക്കെ ആയിട്ട് തിരക്കും കാര്യങ്ങളൊക്കെ ആയി പോകേണ്ടതാണ്. അപ്പോൾ 2 ദിവസം കൊണ്ട് എൻ്റെ കയ്യിൽ കിട്ടി. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബർ ഇതുപോലെ പറയുന്ന വണ്ടികളൊക്കെ നമുക്ക് അവൈലബിൾ ആയ വണ്ടികളൊക്കെ മാക്സിമം നമ്മൾ ഇതിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാറുകളുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയും കമൻറ്റ് ചെയ്യുക. നമ്മൾ പറ്റാവുന്ന കാറുകളൊക്കെ ഇതിൽ കൊണ്ടുവരുന്നതാണ്. വണ്ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഡീറ്റെയിലിംഗ് ആണ് എടുത്തിട്ടുള്ളത്. റിയർ നോക്കിയാലും ഫ്രണ്ട് നോക്കിയാലും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ SRT ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ മിററൊക്കെ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ്. 2 സൈഡിലെയും മിററൊക്കെ നമുക്ക് ഫോൾഡ് ചെയ്യാം. അതുപോലെ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എക്സാക്റ്റ് ഒരു ഗ്ലാസ് ഫിനിഷൊക്കെ കൊടുത്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? ഒരു ഗ്ലാസ് ഫിനിഷൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ റിഫ്ലക്റ്റ് ഒക്കെ ചെയ്യും. നമ്മൾ കൈയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈയൊക്കെ അത് വിസിബിൾ ആവും. പിന്നെ റിയറിലേക്ക് വരുവാണെങ്കിലും അതിൻ്റെ ടെയിൽ ലൈറ്റ് ആ ഒരു ഡിസൈനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഡ്രീം എന്ന് കൊടുത്തിട്ടുണ്ട്. അത് ചുമ്മാ കൊടുത്തിരിക്കുന്നത്, കാരണം ഇത് ഒഫീഷ്യൽ ലൈസൻസ് പോസ്റ്റ് അല്ല. അതുകൊണ്ടാണ് ഇതിന് ഇവിടെ നോക്കിയാലും ഇതിൻ്റെ ഡോഡ്ജിൻ്റെ ഹെൽക്യാറ്റിൻ്റെ ഒരു ലോഗോയാണ് ഇവിടെ വരേണ്ടത്. പക്ഷേ ഇതല്ല വന്നിട്ടുള്ളത്. അത് ലൈസൻസ് പ്രോഡക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഈ ഫ്രണ്ടിൽ ലിപ്പൊക്കെ ഒരു രക്ഷയില്ല. വണ്ടി മാരക ലുക്കാണ്. അപ്പോൾ ഇവന്മാരും അടിപൊളി ലുക്കാണ്. ഇവന്മാരെ കൊടുത്തൊരു പുതിയ ആളും കൂടെ വന്നിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഈ ഡോറും കാര്യങ്ങളൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മുടെ മറ്റേ പയ്യൻ പറഞ്ഞ പോലെ ഒരു പിഞ്ഞ സെറ്റിംഗ് ടൂൾ വേണം. ആ പിഞ്ഞ സെറ്റിംഗ് ടൂൾ ഉണ്ടെങ്കിലേ ഉള്ളൂ ഇതൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ആ ടൂൾ എടുത്തിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ പിഞ്ഞ സെറ്റിംഗ് ടൂള്. ആ ടൂൾ വെച്ചിട്ട് വേണം നമ്മളിതൊക്കെ തുറക്കാൻ. ഇങ്ങനെ സക്ക് ചെയ്ത് വേണം തുറക്കാൻ. കണ്ടോ, എഞ്ചിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോഴെങ്കിലും ഒരു മിനിമം ഡീറ്റെയിലൊക്കെ കൊടുത്തിട്ടുള്ളൂ. എക്സാക്റ്റ് എഞ്ചിൻ പോലൊന്നും അല്ല, ഏകദേശം ഒരു സെറ്റപ്പിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളതാണ്. പിന്നെ ബോണറ്റിന് ഇവിടെ വരുമ്പോഴത്തേക്കും അടിപൊളി കുറച്ച് ഡിസൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻറ്റീരിയർ വൈസ് വരുമ്പോഴത്തേക്കിനും ഒരു രക്ഷയില്ലാത്ത ഡീറ്റെയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ കാണിച്ചു തരാം. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ ഒരു രക്ഷയില്ലാത്ത ഡീറ്റെയിൽ. സ്റ്റിയറിംഗ് വരെ SRT എന്നുള്ള ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡാഷ്ബോർഡ്, പിന്നെ അവിടെ കുറച്ച് സ്റ്റിക്കർ വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. അത്രയും നല്ല ഡീറ്റെയിലാണ് ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുള്ളത്. പെട്രോൾ ടാങ്കിൻ്റെ ക്യാപ്പ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, പക്ഷേ നമ്മുടെ BMWൻ്റെ ക്യാപ്പ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിന് അവിടെ ഫ്യൂൽ ടാങ്കിൻ്റെ ക്യാപ്പ് ഉണ്ടെങ്കിലും അത് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുത്തിട്ടുള്ളൂ, അതില്ല. പക്ഷേ ഇതിന് നമുക്ക് അത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ പെട്രോൾ ടാങ്കിന് ഇതിന് അങ്ങനത്തെ ഒരു സെറ്റപ്പില്ല. പക്ഷേ അവിടെ ഒരു അത്യാവശ്യം നല്ല ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ബൂട്ട് ഓപ്പൺ ചെയ്യാം. ബൂട്ടിനകത്തെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്, D98XN എന്നൊക്കെ പറഞ്ഞിട്ട്. അതെന്തോന്ന് എനിക്കറിയാൻ പറ്റില്ല, ചുമ്മാ കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഈ പിഞ്ഞ സെറ്റിങ്സ് ആണ് നമുക്ക് ഇവിടെ തന്നെ വെച്ചിട്ട് ബുക്ക് ചെയ്യാം. അപ്പോൾ 1/24 സ്കെയിലിൽ വരുന്ന അത്യാവശ്യം നല്ല ഡീറ്റെയിലൊക്കെ കൊടുത്തിട്ടുള്ള ഒരു മോഡലാണിത്. അടിപൊളി ഫിനിഷിംഗ് ആണ്. അപ്പം ഇത് ടോയ് അല്ല, കളക്റ്റഡ് പീസ് ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ ഷോക്കേസിലൊക്കെ വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ലുക്കാണ്. അപ്പോൾ നിങ്ങൾ പറയുന്ന കാർ നമ്മൾ മാക്സിമം കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ സജസ്റ്റ് ചെയ്ത വണ്ടിയാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാറുകളൊക്കെ പറയുകയാണെങ്കിൽ അവൈലബിൾ ആകുന്ന എല്ലാ കാറും നമ്മൾ എത്തിക്കാൻ നോക്കുന്നതാണ്. ഇത്രയുള്ള അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.